ഹായ് എവരിവൺ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചക്ക ഹൽവ തയ്യാറാക്കിയാലോ. ചക്കപ്പഴം ധാരാളമുള്ള ഈ സമയത്ത് ഇങ്ങനെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. നല്ല രുചികരമായിട്ടും വളരെ ഈസി ആയിട്ടും എങ്ങനെയാണ് ഈ ചക്ക ഹൽവ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു LS കിച്ചൺ. അതിനായിട്ട് നന്നായി പഴുത്ത മീഡിയം സൈസിലുള്ള ഒരു ചക്കയുടെ പകുതി ഭാഗമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഒന്നുകൂടി കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. ഇതിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 250 ഗ്രാം ശർക്കരയാണ്. ഇത് ഉരുക്കി പാനിയാക്കി എടുക്കണം. പിന്നെ ഒരു പിടി കാഷ്യൂ നട്ട്സും. ഇനി 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ അത് കോരി മാറ്റാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പഴവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയം തന്നെ ശർക്കര പാനീയം തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് ശർക്കര എടുത്ത് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് സ്റ്റൗ കത്തിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. തിള വന്നതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ ജലാംശമൊക്കെ ഏറെക്കുറെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചൂടോടെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ശർക്കരയും ചക്കപ്പഴവും എല്ലാം ഒന്ന് നന്നായി മിക്സ് ആവട്ടെ. ഇനി ഇതിലേക്ക് കലക്കി വച്ചിരിക്കുന്ന മൈദയും ചേർക്കാം. മൈദ ചേർക്കുന്നത് ഈ മിക്സ് ഒന്ന് തിക്കാവാൻ വേണ്ടിയാണ്. മൈദയ്ക്ക് പകരം അരി വറുത്ത് പൊടിച്ചതോ റവയോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിൽ കിട്ടാൻ അരമണിക്കൂറോളമാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന നട്ട്സും ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കി സ്റ്റൗ ഓഫാക്കാം. ഇതിനി ചൂടോടെ തന്നെ ഒരു ട്രേയിലേക്കോ പ്ലേറ്റിലേക്കോ മാറ്റണം. ഇവിടെ ഒരു ചെറിയ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. ആദ്യം അല്പം നെയ്യ് തൂത്തതിന് ശേഷം നമ്മുടെ ചക്ക ഹൽവ ഇതിലേക്ക് മാറ്റാം. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികളുള്ള വീടുകളിൽ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ എപ്പോൾ തീർന്നു എന്ന് നോക്കിയാൽ മതിയാവും. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. ഇനിയും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.